ക്വിസ് ആൻഡ് ഫാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ 2026 ജൂൺ 5 ലോക പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് ക്വിസ് മത്സരത്തിൽ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണ്. നമുക്കുടൻ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോ ആണിത്. ഒന്നാമത്തെ വീഡിയോയിലാണ് ഈ ഒരു പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഈ വീഡിയോ കണ്ടു തീർത്ത ഉടൻ തന്നെ ആ വീഡിയോ കൂടി ഒന്ന് പോയി ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഇതുവരെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. അതിനു മുമ്പ് നമ്മുടെ എല്ലാ വീഡിയോസിലും ഉണ്ടാവുന്ന ബോണസ് ക്വസ്റ്റ്യനെ പറ്റി നമുക്ക് പറയാം. ബോണസ് ക്വസ്റ്റ്യൻ എന്ന് പറയുകയാണെങ്കിൽ ഈ എല്ലാ വീഡിയോയുടെ അവസാനവും നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന ചോദ്യമാണ് ബോണസ് ചോദ്യം. അതിൻ്റെ ഉത്തരം ആരൊക്കെയാണോ കമൻറ്റ് ബോക്സിൽ ഉത്തരമായി നൽകുന്നത് അതിൽ കുറച്ചുപേരെ സെലക്ട് ചെയ്ത് അടുത്ത വീഡിയോയിൽ വിന്നറായി പ്രഖ്യാപിക്കുന്നതാണ്. ഇതാണ് ബോണസ് ക്വസ്റ്റ്യൻ്റെ സ്പെഷ്യാലിറ്റി. ഇതേപോലെ ഒരു ബോണസ് ക്വസ്റ്റ്യൻ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്നു. ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരവും വിന്നേഴ്സും ആരൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ചോദ്യം ഇതായിരുന്നു: കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങൾ ഉള്ള ജില്ല ഏതാണ്? ഇതിൻ്റെ ശരിയായ ഉത്തരം കണ്ണൂർ ജില്ലയാണ്. കേരളത്തിൽ കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങൾ ഉള്ളത്. ഇനി ആരൊക്കെയാണ് ശരിയായ ഉത്തരം കമൻറ്റ് ചെയ്ത സെലക്ട് ചെയ്യപ്പെട്ട വിന്നേഴ്സ് എന്ന് നോക്കാം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ വിന്നേഴ്സ് പ്രയാഗ് SP, അനൈ, സൽഹ, റാസിൻ ബഹ്ജ, ലിനിയ, തൻവി കൃഷ്ണ M, അതുപോലെ തന്നെ മനാവ്, സ്വാഗത്, ധ്രുവ വിജയ് C, ഷിതിൽ, അതുപോലെ തന്നെ മറ്റൊരു വിന്നറാണ് ബുജൈർ രായൻ K, അതിഥി DR, വേദിക ക്രിസ്. ഇത്രയും പേരാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ വിന്നേഴ്സ്. ഇതേപോലെ ഒരു ബോണസ് ക്വസ്റ്റ്യൻ ഈ വീഡിയോയുടെ അവസാനവും നൽകിയിട്ടുണ്ട്. എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ട് ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി നമുക്ക് ഈ വീഡിയോയിലെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പക്ഷി വിഭാഗം ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പക്ഷി ഏത്? ഉത്തരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാക്കയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പക്ഷി കാക്ക. രണ്ടാമത്തെ ചോദ്യം: പരിസ്ഥിതിക്ക് അനുയോജ്യമായ ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന മുദ്ര ഏത്? പരിസ്ഥിതിക്ക് അനുയോജ്യമായ, അതായത് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന മുദ്രയാണ് ഇക്കോ മാർക്ക്. ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. ഇക്കോ മാർക്ക് എന്നത് ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഒരു മുദ്രയാണ്, അതായത് ഒരു മാർക്കാണ്. മൂന്നാമത്തെ ചോദ്യം: ഏറ്റവും വേഗത കൂടിയ കാറ്റിലുണ്ടാകുന്ന പ്രകൃതി ദുരന്തത്തിന് പറയുന്ന പേരെന്താണ്? ഈ ഒരു പ്രകൃതി ദുരന്തം ഉണ്ടാവാനുള്ള റീസൺ ഏറ്റവും വേഗത കൂടിയ കാറ്റാണ്. നമ്മൾ ചുഴലിക്കാറ്റ് എന്നൊക്കെ പറയുന്ന ടൊർണാഡോ ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം. ഏറ്റവും വേഗത കൂടിയ കാറ്റിലുണ്ടാകുന്ന പ്രകൃതി ദുരന്തത്തിന് പറയുന്ന പേരാണ് ടൊർണാഡോ. വീഡിയോയിലെ നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെ? ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം അല്ലെങ്കിൽ ഹെഡ്ക്വാർട്ടേഴ്സ് ഡെറാഡൂണിലാണ്. ഡെറാഡൂൺ എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡിലെ ഒരു സ്ഥലമാണ്. ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലാണ് ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. വീഡിയോയിലെ അഞ്ചാമത്തെ ചോദ്യം: ആമസോൺ മഴക്കാടുകളെ പറ്റി നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അത് കൂടുതലായും ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? ആമസോൺ മഴക്കാടുകളുടെ ഏറ്റവും കൂടിയ ഭാഗം ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ബ്രസീൽ. ആമസോൺ മഴക്കാടുകളുടെ ഒരു സിംഹഭാഗവും ബ്രസീലിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഉത്തരം ബ്രസീൽ. വീഡിയോയിലെ ആറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. നീലക്കുറിഞ്ഞിയുടെ ചിത്രമുള്ള സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഏതാണ്? നീലക്കുറിഞ്ഞിയുടെ ചിത്രമുള്ള സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഏത്?
ഉത്തരം 2006. അതായത് നീലക്കുറിഞ്ഞിയുടെ ചിത്രമുള്ള സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 2006. വീഡിയോയിലെ 7ാമത്തെ ചോദ്യം, കളിമണ്ണ് വ്യവസായ കേന്ദ്രമായ കുണ്ടറ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? നമ്മൾ പലതവണയായി കുണ്ടറ വിളംബരം എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ കളിമണ്ണ് വ്യവസായ കേന്ദ്രമായ കുണ്ടറ ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം കൊല്ലം ജില്ല. 8ാമത്തെ ചോദ്യം ഡോഡോ പക്ഷിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഡോഡോ പക്ഷിയെപ്പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ ചിത്രം ഇപ്പോൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊരു അതായത് എക്സ്റ്റിങ്ഷൻ സംഭവിച്ച ഒരു ജീവിയാണ്. ഈ ഒരു ഡോഡോ പക്ഷിയുടെ ജന്മദേശം എവിടെയാണ്? അതാണ് 8ാമത്തെ ചോദ്യം. ഡോഡോ പക്ഷിയുടെ ജന്മദേശം മൗറീഷ്യസ് എന്ന് പറയുന്ന സ്ഥലമാണ് ഡോഡോ പക്ഷിയുടെ ജന്മദേശം. 9ാമത്തെ ചോദ്യം, പ്രകൃതിയുടെ ഔഷധശാല എന്നറിയപ്പെടുന്ന വൃക്ഷം ഏതാണ്? പ്രകൃതിയുടെ ഔഷധശാല എന്നറിയപ്പെടുന്ന വൃക്ഷം അല്ലെങ്കിൽ മരം ഏത്? ഉത്തരം നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെയുള്ള വേപ്പ് അല്ലെങ്കിൽ നീം എന്ന് പറയുന്ന ട്രീ ആണ്. പ്രകൃതിയുടെ ഔഷധശാല എന്നറിയപ്പെടുന്ന വൃക്ഷം വേപ്പ് മരം. വീഡിയോയിലെ 10ാമത്തെ ചോദ്യം, കളിമണ്ണിൽ സമൃദ്ധമായുള്ള ലോഹം ഏതാണ്? അതായത് കളിമണ്ണിൽ കാണപ്പെടുന്ന ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മെറ്റൽ ഏതാണ്? കളിമണ്ണ് അല്ലെങ്കിൽ ക്ലേയിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ലോഹം അല്ലെങ്കിൽ മെറ്റൽ അലൂമിനിയമാണ്. 10ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം അലൂമിനിയം. 11ാമത്തെ ചോദ്യം, ഹോർത്തൂസ് മലബാറിക്കസിലെ ആദ്യ അധ്യായം ആരംഭിക്കുന്നത് ഏത് സസ്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്? ഹോർത്തൂസ് മലബാറിക്കസിലെ ആദ്യ അധ്യായം ആരംഭിക്കുന്നത് തെങ്ങിനെ പറ്റി പറഞ്ഞുകൊണ്ടാണ്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകത്തെപ്പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അതിലെ ആദ്യത്തെ അധ്യായം ആരംഭിക്കുന്നത് തെങ്ങ് എന്ന് പറയുന്ന സസ്യം. തെങ്ങിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ നിത്യജീവിതത്തിൽ കാണുന്നതാണ്. അതായത് നമ്മുടെ തെങ്ങിനെ പറ്റി പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ഹോർത്തൂസ് മലബാറിക്കസിലെ ആദ്യത്തെ അധ്യായം ആരംഭിക്കുന്നത്. 12ാമത്തെ ചോദ്യം, ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം തമിഴ്നാട്ടിലെ പൊള്ളാച്ചിക്കടുത്തുള്ള അണ്ണാവിലൈ കുന്നുകളിൽ. അതായത് ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ പൊള്ളാച്ചിക്കടുത്തുള്ള അണ്ണാവിലൈ എന്ന് പറയുന്ന കുന്നുകളിലാണ്. 13ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഖനനം നടത്തുന്ന പ്രകൃതി വിഭവം ഏതാണ്? അതായത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ മൈൻ ചെയ്ത് എടുക്കുന്ന നാച്ചുറൽ റിസോഴ്സ് ഏത്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഖനനം നടത്തുന്ന പ്രകൃതി വിഭവം അഥവാ നാച്ചുറൽ റിസോഴ്സ് കരിങ്കല്ലാണ്. 13ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം കരിങ്കല്ല്. വീഡിയോയിലെ 14ാമത്തെ ചോദ്യം, പ്ലാസ്റ്റിക്കിന് നിരോധനം ഏർപ്പെടുത്തിയ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ഉത്തരം മഹാരാഷ്ട്ര. 2018 മാർച്ച് 23-നാണ് മഹാരാഷ്ട്രയിൽ സമ്പൂർണ്ണ പ്ലാസ്റ്റിക് നിരോധനം നടപ്പിലാക്കിയത്. 14ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം മഹാരാഷ്ട്ര. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ക്വിസ് ആൻഡ് ഫാക്സിന്റെ വാട്സപ്പ് ഗ്രൂപ്പിനെ പരിചയപ്പെടുത്തുകയാണ്. വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ്. ആ ഒരു ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്വിസ് വീഡിയോസിന്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് PDF രൂപത്തിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ PDF വേണ്ടവർ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. വീഡിയോയിലെ 15ാമത്തെ ചോദ്യം, പക്ഷികളുടെ വൻകര എന്നറിയപ്പെടുന്നത് ഏത് വൻകരയാണ്? അതായത് ഏത് കോണ്ടിനെന്റ് ആണ് പക്ഷികളുടെ കോണ്ടിനെന്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്?
ഉത്തരം തെക്കേ അമേരിക്ക അല്ലെങ്കിൽ സൗത്ത് അമേരിക്ക. സൗത്ത് അമേരിക്ക എന്ന കോണ്ടിനെൻ്റ് ആണ് പക്ഷികളുടെ കോണ്ടിനെൻ്റ് അല്ലെങ്കിൽ ബേർഡ്സ് കോണ്ടിനെൻ്റ് എന്നറിയപ്പെടുന്നത് തെക്കേ അമേരിക്കയാണ്. ഇനി നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന ഈ ഒരു വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം. ഈ ഒരു വീഡിയോയിലെ ബോണസ് ചോദ്യം ഇതാണ്: കേരളത്തിൻ്റെ ഔദ്യോഗിക വൃക്ഷം ഏത്? ഉത്തരം അറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക. ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്താൻ മറക്കരുത്. എന്നാൽ മാത്രമേ ഉത്തരം കമൻറ്റ് ചെയ്ത നിങ്ങളുടെ പേര് നമ്മൾക്ക് മനസ്സിലാവുകയുള്ളൂ. അതുപോലെ തന്നെ ആ ഒരു പേര് വിളിച്ചാണ് നമ്മൾ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങൾ പേര് നിർബന്ധമായും കൊടുക്കുക. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പലരും ഉത്തരം കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അവരുടെ പേര് രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് പേരെല്ലാവരും നിർബന്ധമായും രേഖപ്പെടുത്തുക. അപ്പോൾ ജൂൺ 5 പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോ ആണിത്. ഈ വീഡിയോയിലെ ചോദ്യങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തെ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ഒന്നാമത്തെ വീഡിയോ പോയി കാണുക. അതിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.